ഹായ് മക്കളെ, ലേണിംഗിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ്. ഇത് ഒരു അനുഭവക്കുറിപ്പാണ്. എഴുത്തനുഭവക്കുറിപ്പ്. അനുഭവങ്ങൾ ഹൃദയവർജകമായി ചിത്രീകരിക്കാൻ കഴിയുമ്പോൾ അത് കലയാകുന്നു എന്ന കലാതത്വം പ്രസരിപ്പിക്കുകയാണ് എസ്.കെ. ഈ കുറിപ്പിലൂടെ. ഈ ഒരു പാഠഭാഗത്തിൽ എസ്.കെ. പറയുകയാണ് താൻ എങ്ങനെയാണ് വലിയൊരു കഥാകാരനായിട്ട് മാറിയത് എന്നുള്ള ആ ഒരു സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഒരിക്കൽ എസ്.കെ. സ്കൂളിലേക്കുള്ള ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരു വൃദ്ധമാതാവ് കടന്നു വരികയാണ്. എന്നിട്ട് തൻ്റെ സ്വത്തെല്ലാം മകനെ വളർത്താനും പഠിപ്പിക്കാനുമായിട്ട് വിറ്റുപോയ കാര്യങ്ങളും അത് പോരാത്തതിന് അയൽവീടുകളിൽ അവർ ജോലിക്ക് പോയതിനെ കുറിച്ചുമെല്ലാം പറഞ്ഞു. അങ്ങനെ ആ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ മകന് നല്ലൊരു ജോലിയെല്ലാം കിട്ടി. നല്ല ജോലിയൊക്കെ കിട്ടി. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതേപോലെ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. അതോടൊപ്പം അമ്മയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. മകൻ്റെ കല്യാണശേഷം മകൻ അമ്മയെ ഉപേക്ഷിക്കുന്നു. എന്നാൽ ആരും സഹായത്തിനില്ലാതെ പട്ടിണിയോടെ കഴിയുന്ന ആ അമ്മ തൻ്റെ അവസ്ഥ തൻ്റെ മകൻ്റെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. മകൻ്റെ മനസ്സിളക്കാനുള്ള ശ്രമമാണ് ഈ അമ്മ നടത്തുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഒരു നീണ്ട കത്തെഴുതാൻ തീരുമാനിക്കുകയും എസ്.കെയുടെ അരികിൽ വരികയും ചെയ്തത്. എസ്.കെയുടെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് ആ വൃദ്ധയുടെ കയ്യിൽ മഞ്ഞ വരെയുള്ള ഒരു എഴുത്തു കടലാസും ഒരു മുദ്ര കവറും ഉണ്ടായിരുന്നു. മകന് വേണ്ടി ആ വൃദ്ധ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും എല്ലാം അവർ ലേഖകനെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. ആ വൃദ്ധ അനുഭവിച്ച വേദനകൾ എന്തെല്ലാമായിരുന്നു? ഒരു നേരം ഭക്ഷണം കഴിക്കാതെ അവന് വേണ്ടി അവൻ്റെ വയറ് നിറയുന്നതിന് വേണ്ടിയിട്ട് സ്വയം പട്ടിണി കിടന്നുകൊണ്ട് അവനെ ഊട്ടുകയായിരുന്നു ആ അമ്മ ചെയ്തത്. സ്കൂറ്ററ്റ് വാങ്ങാനായി എലസിനകത്തെ ആകെ ഉണ്ടായിരുന്ന പൊൻപണവും കൂടി തൂക്കി വിറ്റ കാര്യവും അവർ ലേഖകനോട് പറയുന്നു. ഒടുവിൽ കുറം പിടിച്ച പട്ടിയെ പോലെ മകൻ ആട്ടിവിട്ടതും എല്ലാം ആ വൃദ്ധ ലേഖകനോട് പറയുന്നു. വൃദ്ധയുടെ അവസ്ഥയെല്ലാം കേട്ട എസ്.കെ. വികാരാധീനനായി. വൃദ്ധ പറഞ്ഞ കാര്യങ്ങളും തൻ്റെതായ ചില വാക്വിലാസങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് മകന് കത്തയക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ എസ്.കെ. അദ്ദേഹത്തിന് ഒരു കത്ത് എഴുതുകയും ചെയ്യുന്നു. 2-3 മാസം കത്തയച്ചു. അതിനുശേഷം 3-ാമത്തെ മാസമായ സമയത്ത് അദ്ദേഹം ഭാര്യ അറിയാതെ കുറച്ച് പണം ഈ വൃദ്ധയ്ക്ക് അയക്കാൻ തുടങ്ങി. കൂടാതെ ഒരു ദിവസം വന്ന് ഈ വൃദ്ധയെ കാണുകയും ചെയ്തു. കാണാൻ വന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ കത്തുകളെല്ലാം എഴുതി കൊടുക്കുന്നത് ആരാണെന്ന്. അപ്പോൾ വൃദ്ധ പറഞ്ഞു, ഒരു സ്കൂൾ കുട്ടിയാണെന്ന്. കുറച്ചു കാലം കഴിഞ്ഞു ആ വൃദ്ധ മരിച്ചു. എന്നാൽ ആ വൃദ്ധയാണ് സാഹിത്യരചനയിൽ തൻ്റെ ഗുരു എന്നായിരുന്നു ലേഖകൻ്റെ അഭിപ്രായം. ഈ കഥയുടെ അനുബന്ധമായി വരുന്ന ബാക്കി കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരിക്കൽ കുറേ വർഷം കഴിഞ്ഞു എസ്.കെ. എന്ത് ചെയ്യുന്നു, ഈ വൃദ്ധയുടെ മകനെ കാണുന്നു. കാണുന്ന സമയത്ത് ആ മകൻ വളരെയധികം വിവശനായിരുന്നു. അപ്പോൾ അന്വേഷിച്ച സമയത്ത് അറിഞ്ഞത് എന്താണ്, അയാളുടെ ഭാര്യ അയാളെയും 2 പെൺകുട്ടികളെയും ഉപേക്ഷിച്ച് പോയതായി അറിഞ്ഞു. പക്ഷേ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് പഴയ സ്കൂൾ കുട്ടിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അയാളുടെ കഥ കേട്ട സമയത്ത് എസ്.കെ. അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ തിരിച്ചു കെട്ടും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ ഭാര്യയുടെ നടപടി ദൂഷ്യം കണ്ടുപിടിക്കാൻ 17 വർഷം വേണ്ടി വന്നതോർത്താണ് എസ്.കെ. ചിരിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്.